കേരളം ഇന്നിപ്പോഴ് രാവിലെ മുതൽ ജനങ്ങൾ അത്യുത്സാഹത്തോടെ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം LDFിൻ്റെ 3ാം ടേമിലേക്കുള്ള യാത്ര ജനങ്ങൾ ഉറപ്പുവരുത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വൻ ഭൂരിപക്ഷം നൽകി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടിയുള്ള അത്യുത്സാഹമാണ് കേരളത്തിലുടനീളം ഞങ്ങൾ കാണുന്നത്. ഇവിടെ ചുരൽമല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ലോകോത്തരമായ നിലയിലുള്ള പുനരധിവാസ പാക്കേജ് ടൗൺഷിപ്പ് വഴി നടപ്പിലാക്കുമ്പോൾ അതിനോടൊപ്പം ചേരാതെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ അതിശക്തിയായിട്ട് നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ MP-മാരും MLA-മാരും സർവീസ് സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഉൾപ്പെടെ എല്ലാവരും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നും അവരുടെ ആപ്പ് വഴി പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ അവസാനത്തെ കണക്ക് വന്നപ്പോൾ അത് കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ളൊരു കണക്കാണ് അവർ പുറത്തുവിട്ടത്. ഇപ്പോഴും തന്നെ ഞങ്ങൾക്ക് കടമാണ് 73 ലക്ഷം ഉറുപ്പിക ഞങ്ങൾക്ക് പുതിയ ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ 97 ലക്ഷം ഉറുപ്പിക KPCCയുടെ ഫണ്ട് കൂടി ചേർത്തിട്ടാണ് ഈ കടം. ഇനി വീടുണ്ടാക്കാൻ നയാ പൈസ ഇല്ല എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെയാണ് കേരളം കണ്ടത്. കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് ആളുകൾ പറയുന്നത് 100 കോടിയിലധികം പിരിച്ചു എന്നാണ്. കാരണം ലീഗുകാർ 40 കോടി പിരിച്ച കണക്ക് വീടും അവർ തയ്യാറാക്കി പറയുകയുണ്ടായി. ഗവൺമെൻറ് 410 വീട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി 178 വീട് ഒന്നാമത്തെ സോണിൽ നൽകുകയും ചെയ്തു. ബാക്കിയുള്ളത് വളരെ വേഗം പൂർത്തിയാക്കാൻ പോവുകയാണ്. ലോകോത്തരമായ രീതിയിലുള്ള ടൗൺഷിപ്പ് കൽപ്പറ്റ പട്ടണത്തിൻ്റെ തൊട്ട് അടുത്ത് നിർമ്മിച്ച് വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ സ്വന്തം നിലയിൽ വീട് നിർമ്മിച്ച് നൽകും. 100 KPCC പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധി 100ഉം യൂത്ത് കോൺഗ്രസ് 30, അങ്ങനെ 230 വീട്. ഒരു ഘട്ടത്തിൽ പറഞ്ഞത് പണി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. പോയി നോക്കാൻ അവിടെ പോയി നോക്കി, ഒരു പണിയും തുടങ്ങിയിട്ടില്ല. മാത്രമല്ല 3.25 ഏക്കർ സ്ഥലമാണ് ആകെ വാങ്ങിയിട്ടുള്ളത്. അവിടെ ഈ 230ൻ്റെ സ്ഥാനത്ത് 25 വീട് പോലും നിർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ളതും, പഞ്ചായത്തിന് ഹർജി നൽകിയിട്ടില്ല എന്നുള്ളതും, ടൗൺ പ്ലാനിങ്ങിൻ്റെ അംഗീകാരം വാങ്ങിയിട്ടില്ല എന്നുള്ളതും പൊതുജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇതാണ് വലിയ രീതിയിൽ പണം പിരിക്കുക, അത് തട്ടിപ്പാക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. മറുഭാഗത്ത് BJP കള്ളപ്പണം ഉപയോഗിച്ച് വലിയ രീതിയിൽ വോട്ട് വാങ്ങാൻ, കേരളത്തെ അപമാനിക്കാൻ തീരുമാനിച്ച ചിത്രമാണ് നമ്മൾ കാണുന്നത്. പണം മാത്രമല്ല, സാരി, കിറ്റ് എല്ലാം തയ്യാറാക്കി കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ പോയി പണം കൊടുക്കുന്നൊരവസ്ഥ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാതെ, അതും പകൽ വെളിച്ചത്തിൽ. ഇതെല്ലാം കേരളം കണ്ട ഒരു ചിത്രമാണ്. ഈ രണ്ട് വിഭാഗത്തെയും തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ ഉണർത്തി അതിശക്തിയായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു പുതിയ ചിത്രമാണ് വരാൻ പോകുന്നത്. അത് കേരളം കുറച്ചുകൂടി കാത്തിരിക്കണം. മെയ് 4-ാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇന്ത്യയിൽ ആകെയുള്ള
ഒരിടതുപക്ഷ ബദൽ എന്ന കേരളത്തിലെ LDFിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ പ്രക്രിയയിൽ ഇടപെട്ട് മുമ്പോട്ടേക്ക് വന്നു എന്നുള്ളതാണ് ആവേശകരമായ ചിത്രം. അതിനെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ നേരിടുന്ന ഈ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തി ജനഹിതം, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റത്തിന് എല്ലാവരുടെയും പിന്തുണയുണ്ട്. സമാധാനപരമായി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആവേശ കാഴ്ചയാണ് നമുക്ക് കാണാനാവുക. ഞാൻ വോട്ട് ചെയ്ത വാർഡ് എന്ന് പറഞ്ഞാൽ ബൂത്ത് എല്ലാ സ്ത്രീകളാണ്. സ്ത്രീകൾ മാത്രമുള്ള ഓഫീസേഴ്സുമെല്ലാം, എല്ലാ ഓഫീസർമാരും സ്ത്രീകൾ മാത്രം. സ്ത്രീ സൗഹൃദമായ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാനായി എന്നുള്ളതും പ്രത്യേകതയായിട്ട് ഞാൻ കാണുക. കേരളം സ്ത്രീകളെയും കുട്ടികളെയും സാധാരണ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള നിരവധിയായ ജനങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ എല്ലാം ലോകോത്തരമായ രീതിയിൽ ജനങ്ങൾ കാണുകയാണ്. അതിനവരുടേതായ പ്രതികരണം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്.